റോട്ടിൽ കൊടുത്തു കാണിക്കാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ അതിമനോഹരമായ ഒരു എക്സോസ് സൗണ്ട് കേൾപ്പിച്ചു തരാം. ഹായ് ഗായ്സ്, ബികെ ഓട്ടോമോട്ടീവ്സിൻ്റെ അതായത് ബാസിക്കുട്ടൻ ഓട്ടോമോട്ടീവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ ബൈക്കിൻ്റെ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് നിയമപരമായിട്ടൊരു മുന്നറിയിപ്പുണ്ട്. എല്ലാവരും ബൈക്ക് റൈഡ് ചെയ്യാൻ പോകുമ്പോൾ ഹെൽമെറ്റ് നിർബന്ധമായി വെച്ചോളൂ. അത് നിയമപരമായിട്ടൊരു മുന്നറിയിപ്പ് മാത്രമല്ല, നമ്മുടെ ജീവൻ്റെ കരുതൽ കൂടിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് റിവ്യൂ തുടങ്ങുമ്പോൾ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, തുടങ്ങുമ്പോൾ അല്ല കണ്ടു കഴിഞ്ഞിട്ട്, എന്താണ് നീ വണ്ടികളുടെ വില പറയാത്തതെന്ന്. അപ്പോൾ വേറെ ഒന്നുമല്ല, കമൻറ്റ് ബോക്സിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ വില എന്ന് പറയുമ്പോൾ 3.5 ലക്ഷം തൊട്ടാണ് സ്റ്റാർട്ടിങ്. ഇത് ബേസ് വേരിയൻറ്റ്. ഇനി നല്ല മിലിറ്ററി ആ ഒരു കളറിലുള്ള വേരിയൻസ് ടോപ്പ് എൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളിന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു ബൈക്കിൻ്റെ റിവ്യൂ കൊണ്ടുവരുന്നത്. അപ്പോൾ തുടക്കം തന്നെ ഒരു അടിപൊളി വണ്ടിയാണ് കൊണ്ടുവന്നത്, റോയൽ എൻഫീൽഡിൻ്റെ കോണ്ടിനെൻ്റൽ GT 650. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അതിവിശാലമായ ഒരു ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഫ്രണ്ടിൽ നോക്കണേ, ബാക്കിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിവിശാലമായ നല്ല റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മീറ്റിലേക്ക് വരാം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണേ. വേറെ വണ്ടികൾ കൊണ്ട് നോയ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വേരിയൻ്റ് ഇപ്പോൾ കുറച്ച് പുതുക്കി വന്നപ്പോഴും മീറ്ററിന് വലിയ മാറ്റമൊന്നുമില്ല. നമുക്ക് ഈ ഒന്നിട്ട് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗിയറിൻ്റെ ഒരു ഷിഫ്റ്റ് ചെയ്യാനുള്ള ഇത് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഓടിക്കണവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതുവരെ ഒറ്റ കിട്ടില്ല. അപ്പോൾ ഇവിടെ GTയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് സസ്പെൻഷൻ വരുന്നത്. 2 സൈഡിലും സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ്ങുള്ള ഫുഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ നല്ല അതിവിശാലമായ ഒരു സൈഡ് വ്യൂ തന്നെയാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമാവും. അപ്പോൾ 650 cc, അതായത് 648 cc ആണ് വണ്ടി വന്നോക്കണേ. 47 bhp പവറും 52 Nm ടോർക്കാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടൊരു കുതിച്ച് പായുള്ള ശേഷി വണ്ടിക്ക് ഉണ്ട്. പിന്നെ 27ഒക്കെയാണ് മൈലേജ് നമ്മൾ നോക്കാറില്ല ഇങ്ങനത്തെ വണ്ടികളിൽ. അപ്പോൾ മൈലേജ് നോക്കേണ്ട വിഷയമല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ റോക്കർ റെഡ് എന്നാണ് റോയൽ എൻഫീൽഡ് ഒഫീഷ്യലായി കൊടുത്തിരിക്കുന്ന പേര്. 13 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ കയറി നോക്കാം. നല്ലൊരു റൈഡിങ് പൊസിഷനാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. കണ്ട, എനിക്ക് കാല് ശരിക്കും എത്തുന്ന കടയിൽ ഇത്രയ്ക്ക് എത്തും മാക്സിമം പോയാൽ. അപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ളവർക്ക് തന്നെ മാനേജ് ചെയ്തുകൊണ്ടുള്ള കണ്ട ഈ ഒരു ഇതിലാണ് എനിക്ക് കാലെത്തണം. കാണിച്ചു കൊടുത്താൽ 2 കാലം ഇപ്പം ഇങ്ങനെ തന്നെ കുത്തി നിൽക്കുന്നത്. റോട്ടിൽ കൊടുത്തു കാണിക്കാൻ പോണ്. അപ്പോൾ ഇതിൻ്റെ അതിമനോഹരമായ ഒരു എക്സോസ് സൗണ്ട് കേൾപ്പിച്ചു തരാം.
അപ്പോൾ നമ്മുടെ ടൂൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ തന്നെയാണ് നമ്മുടെ എല്ലാം വയ്ക്കാൻ പറ്റും. നല്ല സ്പേസ് ഉണ്ട് സാധാ ബൈക്കുള്ള കണ്ടുവരുന്നേക്കാളും. ഗൈസ്, അപ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ കോണ്ടിനെൻ്റൽ GT 650ൻ്റെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് വന്നോളൂ. അപ്പോൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ, ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ബൈ ബൈ. സ്റ്റാർട്ടായ ഞാൻ 650cc, അതായത് 648cc ആണ് വണ്ടിയുടെ എൻജിൻ വരുന്നത്. നമുക്ക് എയർ കൂൾഡ് എൻജിനാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ ഹായ് ഗൈസ്, BK ഓട്ടോമോട്ടീവ്സിൻ്റെ അതായത് ബാസിക്കുട്ടൻ ഓട്ടോമോട്ടീവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, BK ഓട്ടോമോട്ടീവ്സിൻ്റെ അതായത് ബാസിക്കുട്ടൻ ഓട്ടോമോട്ടീവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തുടക്കം തന്നെ ഏത് വണ്ടിയായിട്ടാണ് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ കോണ്ടിനെൻ്റൽ GT 600 തുടങ്ങിയ. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യണത്. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ കൊണ്ടിരിക്കുന്നത് ഏത് വണ്ടിയാണ്? റോയൽ എൻഫീൽഡ് GT കോണ്ടിനെൻ്റൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി സ്റ്റാർട്ടായോ?